നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സിറിയൻ പ്രസിഡന്റായിരുന്ന ബഷാർ അൽ അസദ് കഴിഞ്ഞ 2 വർഷം കൊണ്ട് റഷ്യയിലേക്ക് കടത്തിയത് 10,000 കോടി രൂപ, ഏകദേശം 200 മില്യൺ പൗണ്ടാണ് ഇയാൾ റഷ്യയിലേക്ക് പല തവണകളായി വിമാനമാർഗം എത്തിച്ചത്. അസദിന്റെ ഭരണകാലത്ത് എല്ലാ കാലത്തും സിറിയ ആശ്രയിച്ചിരുന്നത് റഷ്യയായിരുന്നു. 2018-നും 2019-നും ഇടയിൽ 2 ടണ്ണോളം നോട്ടുകെട്ടുകളുമായാണ് റഷ്യയിലെ ബാങ്കുകളിൽ നിക്ഷേപിക്കുന്നതിനായി അസദ് മോസ്കോയിൽ എത്തിച്ചത്. റഷ്യയിലെ കൂലിപ്പട്ടാളമായ വാഗ്നർ ഗ്രൂപ്പിന്റെ സഹായവും സിറിയയ്ക്ക് യഥേഷ്ടം ലഭിച്ചിരുന്നു. ഇതേ കാലയളവിൽ തന്നെയാണ് അസദിന്റെ കുടുംബം റഷ്യയിൽ വൻതോതിൽ വസ്തുവകകൾ വാങ്ങിക്കൂട്ടിയത്. ഫിനാൻഷ്യൽ ടൈംസ് എന്ന മാധ്യമമാണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അസദും സംഘവും സ്വന്തം രാജ്യത്തിന്റെ സ്വത്തുക്കൾ കൊള്ളയടിച്ച് നാട്ടുകാർക്കെതിരെ തന്നെ ആ പണം ദുരുപയോഗം ചെയ്യുകയായിരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടാതെ 2018 മാർച്ചിനും 2019 സെപ്റ്റംബറിനും ഇടയിൽ കോടിക്കണക്കിന് ഡോളറും യൂറോയും കപ്പലുകളിലും റഷ്യയിലേക്ക് കടത്തിയെന്നും ഫിനാൻഷ്യൽ ടൈംസ് ആരോപിക്കുന്നു. റഷ്യയിലെ വിവിധ ബാങ്കുകളിൽ അസദിനും കുടുംബത്തിനുമുള്ള നിക്ഷേപങ്ങളുടെ രേഖകൾ തന്നെ ഒരു വിമാനം നിറയെ കൊണ്ടുവന്ന കാര്യവും റിപ്പോർട്ടിൽ പറയുന്നു. 2018 മാർച്ച് മുതൽ 2019 സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ 21 വിമാനങ്ങളിലായിട്ടാണ് അസദിന്റെ പണമെല്ലാം റഷ്യയിൽ എത്തിച്ചത്. ഏകദേശം 250 മില്യൺ ഡോളറാണ് ഇത്തരത്തിൽ റഷ്യയിൽ എത്തിച്ചത്. 2018 മുതലാണ് ഇത്തരത്തിൽ അസദ് പണം റഷ്യയിൽ എത്തിക്കാൻ തുടങ്ങിയത്. സിറിയൻ ബാങ്കുമായി ബന്ധപ്പെട്ട ഒരു പ്രമുഖൻ വെളിപ്പെടുത്തിയത് ബാങ്കിന്റെ വിദേശ നാണയ ശേഖരം 2018ഓടെ പൂർണ്ണമായി ഇല്ലാതായി കഴിഞ്ഞിരുന്നു എന്നാണ്. റഷ്യയിൽ നിന്ന് ഗോതമ്പ് വാങ്ങിയിട്ട് ആ പണം പ്രതിരോധ ചെലവിനായി മാറ്റിവെച്ചു എന്നാണ് അസദ് സർക്കാർ കണക്ക് നൽകിയിരുന്നത്. അസദും സംഘവും പണം എത്തിച്ച കാലഘട്ടത്തിൽ റഷ്യയിൽ നിന്ന് സിറിയയിലേക്കുള്ള കയറ്റുമതിയുടെ തോത് വർദ്ധിച്ചതായിട്ടാണ് റഷ്യയുടെ രേഖകൾ സൂചിപ്പിക്കുന്നത്. ഇതെല്ലാം തന്നെ അസദിന്റെ പണം കടത്തലുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഉണ്ടായതെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതേസമയം സിറിയയിൽ നിന്ന് ഇത്രയും അധികം പണം റഷ്യയിലേക്ക് വന്നതിന്റെ യാതൊരു രേഖയും റഷ്യൻ അധികൃതരുടെ കൈവശമില്ല. ഒരു കാലത്ത് അസദിന്റെ വിശ്വസ്തരായിരുന്ന പല പ്രമുഖർക്ക് പോലും ഇത്തരത്തിൽ പണം കടത്തിയതിനെ കുറിച്ച് ഒരു കാര്യവും അറിയില്ലായിരുന്നു. 2015-ൽ സിറിയയിൽ വിമത മുന്നേറ്റം ഉണ്ടായ സമയത്തും അതിനെ അടിച്ചമർത്താനായി റഷ്യൻ സൈന്യം എത്തിയിരുന്നു. വിമതരെ അടിച്ചമർത്തിയതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമായി മാറുകയായിരുന്നു. റഷ്യൻ കമ്പനികളിൽ സിറിയയിൽ നിന്ന് വൻതോതിൽ ഫോസ്ഫേറ്റ് ഉൾപ്പെടെ ഇറക്കുമതി ആരംഭിച്ചതും ഇതേ സമയത്താണ്. കഴിഞ്ഞ 6 വർഷമായി സിറിയയുടെ സാമ്പത്തിക രംഗം തകർന്ന് തരിപ്പണമായ അവസ്ഥയും അസദും സംഘവും ഫലപ്രദമായി മുതലെടുക്കുകയായിരുന്നു എന്ന് പലരും ആരോപിക്കുന്നു. അസദിന്റെ ഭാര്യയായ അസ്മ നേരത്തെ JP മോർഗൻ ഉൾപ്പെടെയുള്ള വൻകിട ധനകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ കുടുംബത്തിന് സാമ്പത്തികപരമായ എല്ലാ മേഖലകളിലും സ്വാധീനം ചെലുത്താനും കഴിഞ്ഞിരുന്നു. സിറിയ വൻതോതിൽ മയക്കുമരുന്ന് കടത്തലും ഇന്ധനമോഷണവും നടത്തുന്നതായി അമേരിക്ക നേരത്തെ ആരോപണം ഉന്നയിച്ചിരുന്നു. സിറിയയ്ക്ക് മേൽ അമേരിക്ക സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. 2015-ൽ റഷ്യയിലേക്ക് വൻ തുകകൾ കടത്താൻ സിറിയൻ സെൻട്രൽ ബാങ്ക് ഗവർണറും ഉന്നത ഉദ്യോഗസ്ഥരും കൂട്ടുനിന്നതായി അമേരിക്ക ആരോപിച്ചിരുന്നു. 2018-നും 2019-നും ഇടയിൽ സിറിയ നടത്തിയ പല സാമ്പത്തിക ഇടപാടുകളും റഷ്യൻ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ബാങ്കുമായിട്ടാണ് നടത്തിയതെന്നാണ് റെക്കോർഡുകൾ സൂചിപ്പിക്കുന്നത്. ഇറാനിലും അസദും സംഘവും പല മേഖലകളിലും പണം മുടക്കിയിട്ടുണ്ടെന്നും സൂചനയുണ്ട്. അമേരിക്ക സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയ സാഹചര്യത്തിലാണ് അസദും കൂട്ടാളികളും റഷ്യയിൽ ധനകാര്യ സ്ഥാപനങ്ങളിൽ പണം നിക്ഷേപിച്ചതെന്നാണ് ഫിനാൻഷ്യൽ ടൈംസ് പറയുന്നത്.